നിങ്ങളിപ്പോൾ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ എനിക്ക് നിങ്ങളോട് ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. ഇപ്പോൾ ഉള്ള ടൈം ഫ്രണ്ട്സിൻ്റെ ഒപ്പം നല്ലപോലെ എൻജോയ് ചെയ്ത് കുറേ മെമ്മറീസ് ഉണ്ടാക്കുക. കിട്ടുന്ന ടൈം ഒരിക്കലും വേസ്റ്റ് ചെയ്യരുത്. ബിക്കോസ് കുറച്ച് നാൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവരെയൊക്കെ കാണുന്നത് ചിലപ്പോൾ വർഷത്തിൽ ഒരിക്കലായിരിക്കും. കഴിഞ്ഞ മന്തിലെ കാനഡയിലുള്ള ഞങ്ങളുടെ ഫ്രണ്ട് എമിയെ നാട്ടിൽ ലീവിന് വന്നിരുന്നു. അപ്പോൾ നമ്മൾ മീറ്റ് ചെയ്താണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. അവൾ ഒരു മാസം നാട്ടിലുണ്ടായി. പക്ഷെ ഞങ്ങൾ കാണാൻ വേണ്ടി പറ്റിയത് അവൾ തിരിച്ചു പോകുന്നതിന്റെ തലേ ദിവസമാണ്. നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത ഒരു മീറ്റപ്പ് ആയതുകൊണ്ട് ബാക്കിയുള്ള ഫ്രണ്ട്സ് ഒക്കെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു. പിന്നെ ഈ ട്രോളിയും ഉരുട്ടി ക്യാബിൻ ക്രൂവിനെ പോലെ നടന്നു വരുന്നതാണ് കേട്ടോ ശ്രീലക്ഷ്മി. ഞങ്ങൾ രാജെന്ന് വിളിക്കുന്നത്. അവൾ ഹൈദരാബാദ് നേരെ വരുന്ന വഴിയാണ്. ഞാനും എമിയും അവിടെ നിന്ന് ഒരു ഷെയ്ക്കും കോൾഡ് കോഫി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വരുന്നവരെ ഞങ്ങൾ അവിടെ കുറെ സംസാരിച്ചിരുന്നു. പിന്നെ രാജൻ ഞങ്ങൾക്ക് ഹൈദരാബാദിലെ സ്പെഷ്യൽ പേളിന്റെ മാലയും വളയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നാൾ മുന്നേ അവൾ എനിക്ക് ഇങ്ങനെ മെസ്സേജ് ചോദിച്ചിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട കളർ കോമ്പിനേഷൻ പറയാനായിട്ട്. അപ്പൊ ഞാൻ കുറെ ചോദിച്ചോളത്ത് എന്തിനാന്ന് വെച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ല. ആ കളർ കോമ്പിനേഷൻ വെച്ച് വള ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവരാനാണെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ ഓർഡർ ചെയ്തത് ഷാർജ ഷേക്ക് ആയിരുന്നു. പക്ഷെ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. കാരണം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, നല്ല തിക്കുമായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ബനാനയുടെ ഫ്ലേവർ നല്ലോണം നിൽക്കുന്നുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. നീ അല്ലാണ്ട് ആരെങ്കിലും ഈ ഷാർജ ഷേക്ക് ഒക്കെ ഓർഡർ ചെയ്യുമോ എന്ന് പറഞ്ഞ് അവരെന്നെ കളിയാക്കുമായിരുന്നു. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ കുറിച്ച് തീർത്തിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിലേക്ക് പോയിട്ടോ. രാജനാണെങ്കിൽ വന്നപ്പോൾ തൊട്ട് ഇവിടുത്തെ ചോറും കറിയും കഴിക്കണം, മിസ് ചെയ്യുന്നു, നമുക്ക് മീൽസ് കഴിക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഞങ്ങൾ മീൽസ് അല്ല കേട്ടോ ഓർഡർ ചെയ്തത്. ഞാനും എമ്മിയും നേരത്തെ ഷാർജ ഷേക്കും കോൾഡ് കോഫിയൊക്കെ കുടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അധികം വിശപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരു ബിരിയാണി ഷെയർ ചെയ്തു. പിന്നെ രാജൻ മീൽസ് ആണ് ഓർഡർ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ നല്ലോണം ആസ്വദിച്ച് കഴിച്ച് കുറേ കഥകളൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റത്. ഞങ്ങളുടെ മെയിൻ ചർച്ചാ വിഷയം യൂട്യൂബ് ബ്ലോഗേഴ്സിനെ പറ്റിയായിരുന്നു. അങ്ങനെ ആ ചർച്ചയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിരുന്നു. പിന്നെ എമിയക്ക് ഫൗണ്ടേഷനും ലിപ് ഷെയ്ഡും നോക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ പർപ്പിളിലേക്ക് പോയി. അവിടെ നോക്കിയിട്ട് അവർക്ക് സൂട്ട് ആവണമെന്നൊന്നും കണ്ടില്ല. അപ്പോൾ നമ്മൾ നേരെ അടുത്ത ഷോപ്പിൽ കയറി. എൻ്റെ കോട്ടൺ പാഡ് തീർന്നിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അതൊരെണ്ണം എടുത്തു. പിന്നെ എമിയുടെ സ്കിൻ ടോണിന് പറ്റിയ ഫൗണ്ടേഷന്റെ ഷെയ്ഡും ലിപ്സ്റ്റിക്കൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്നും സൂട്ട് ആവുന്നതായിട്ട് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് എടുത്തില്ല. ഫ്ലൈറ്റിലൊക്കെ ഇരിക്കുമ്പോൾ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് സ്കിൻ ഇരിക്കാൻ വേണ്ടിയിട്ട് ബയോഡെൻസിന്റെ ഷീറ്റ് മാസ്ക് എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അപ്പോഴത്തേക്ക് എമിയൊക്കെ പോകാനുള്ള ടൈം ആയി. കാര്യം അവർക്ക് 4 മണിക്കൂറിൽ ഇറങ്ങിയാലേ വീട്ടിൽ നിന്ന് പാക്കിംഗ് ഒക്കെ നടക്കുള്ളൂ. പിറ്റേ ദിവസം പോകാനുള്ളതല്ലേ. അങ്ങനെ പിന്നെ എല്ലാ മീറ്റപ്പ് കഴിയുമ്പോഴും ചോദിക്കുന്ന ഇനി എപ്പോഴാ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും വീട്ടിലേക്ക് പോകും. അപ്പോൾ ഗൈസ് ഇനി അടുത്ത വീഡിയോ കാണാം. ഓക്കെ ബൈ.